ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ബീർ ബഹൂട്ടി എന്ന ചാപ്റ്ററിലെ ബേലയും സാഹിലിൻ്റെയും ഒരു കഥയാണ് നമ്മൾ പഠിച്ചത്. ഈ കഥയുടെ ഒരു ദൃശ്യത്തെ പട്കഥയാക്കാം എന്നുള്ള ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഈ പാസേജ് വായിക്കാം. 5वीं कक्षा का रिजल्ट आ गया. 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. दोनों चढ़ी में आ गए. രണ്ടുപേരും 6ലേക്ക് ജയിച്ചു. ये स्कूल 5वीं तक ही था. ഈ സ്കൂൾ 5ാം ക്ലാസ് വരെയുള്ളൂ. സാഹിൽ, अब तुम कहाँ पढ़ेंगे? बेला ने पूछा. സാഹിൽ, ഇനി നീ എവിടെയാണ് പഠിക്കുക? ബേല ചോദിച്ചു. और तुम कहाँ पढ़ेंगी बेല? നീ എവിടെയാണ് പഠിക്കുക ബേല? സാഹിലിനെ പൂച്ച. സാഹിലും ചോദിച്ചു. मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगी और तुम? എൻ്റെ അച്ഛൻ പറഞ്ഞത് എന്നെ റോയൽ ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കുമെന്നാണ്. നിന്നെയോ? ഇതാണ് പാസേജ്. നമ്മൾ ഈ പാസേജിനെ ഒരു സ്ക്രിപ്റ്റ് ആക്കാൻ പോവാണ്, ഒരു തിരക്കഥയാക്കാൻ പോവാണ്. അതെങ്ങനെയാണ്, തിരക്കഥയുടെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. യെസ്, ഇതാണ് തിരക്കഥ എഴുതേണ്ട ഒരു രീതി. ആദ്യം നമ്മൾ സീൻ നമ്പർ കൊടുക്കുക. സീൻ 1 അങ്ങനെ കൊടുക്കാം. സ്ഥാൻ, സ്കൂൾ. 5वीं കക്ഷ, ഇത് നടക്കുന്നത് സ്കൂളിലാണ്, അപ്പോൾ സ്കൂളിൽ നിന്ന് കൊടുക്കാം. ഇത് 5ാം ക്ലാസ് ആണ്, അപ്പോൾ 5वीं കക്ഷ. ഇതിൽ സ്കൂൾ എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല. നെക്സ്റ്റ് സമയമാണ്. സമയം എന്നുള്ളിടത്ത് ഒരു സ്കൂൾ വിടുന്ന ടൈം ആയതുകൊണ്ട് നമ്മൾ 3:30 ബജെ, 3:30 അല്ലെങ്കിൽ 4 ബജെ അങ്ങനൊരു ടൈം കൊടുക്കാം. പാത്ര എന്ന് എഴുതിയിട്ട് നമ്മളുടെ കഥാപാത്രങ്ങളുടെ പേരും അവരുടെ വയസ്സും അവരുടെ വസ്ത്രവും സൂചിപ്പിക്കണം. അപ്പോൾ ബേല ബ്രാക്കറ്റിൽ 10 साल की लड़की, സ്കൂൾ യൂണിഫോം 5 തീയതി. ബേല എന്ന് പേര് കൊടുത്തു. 10 വയസ്സുള്ള പെൺകുട്ടിയാണ്, സ്കൂൾ യൂണിഫോമാണ് ധരിച്ചിട്ടുള്ളത്. സാഹിൽ എന്ന് പേര് കൊടുത്തു. ബ്രാക്കറ്റിൽ 10 साल का लड़का, സ്കൂൾ യൂണിഫോം പഹനി. ഇനി ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. 5वीं कक्षा का रिजल्ट आ गया. 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. ബേല और സാഹിൽ ചടി മേ ആയി. ബേലയും സാഹിലും 6ലേക്ക് ജയിച്ചു. വേ ദോനോ ഉദാസ് ഹേ, രണ്ടുപേരും സങ്കടത്തിലാണ്. വിവരണം കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ എഴുതേണ്ടത്. ബേല, സാഹിൽ, അബ് തും കഹാം പഠേങ്കെ? സാഹിൽ, ഇനി എവിടെ പഠിക്കുക? അപ്പോൾ സാഹിൽ, അജ്മേർ മേം. ഔർ തും? അജ്മേറിലാണ്. നീയോ? ബേല, പാപ്പ കഹ് രഹേ ഥേ കി മുझे രാജകീയ കന്യ പാഠശാല में പഠേങ്കി. അച്ഛൻ പറഞ്ഞത് എന്നെ രാജകീയ കന്യ പാഠശാലയിലേക്ക് വിടുമെന്നാണ്. സാഹിൽ, മേ ഹോസ്റ്റൽ മേ അകേല രഹൂങ്ക. ഞാൻ ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് താമസിക്കും. ബേല, ക്യോം സാഹിൽ? എന്തിനാ സാഹിലെ? സാഹിൽ, പത്താ നഹി. ഇനി ബേല ആശ്ചര്യ സെ, തും ഫുലേര മേ ഹി നഹി രഹേങ്കി? ഇനി ഫുലേരയിൽ ഉണ്ടാവില്ലേ? സാഹിൽ ഉദാസ് ഹോക്കർ, വിഷമിച്ച്. നഹീം, റിപ്പോർട്ട് കാർഡ് ദിക്കാവോ? നിൻ്റെ റിപ്പോർട്ട് കാർഡ് കാണിച്ചേ. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഹേ ഔർ ബേല സാഹിൽ കാ. സാഹിൽ, തുമാരി ആങ്ക് മേ ആസു ക്യോ? ബേല, പത്താ നഹി. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ പട്കഥ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പട്കഥ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും വരാം. ബായ്.